കോൺഗ്രസ് നേതാവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷനും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ കുലഗുരുവുമായ സാം പിത്രോഡ പാകിസ്ഥാൻ സ്വന്തം വീട് പോലെ തോന്നുന്നു എന്ന വിവാദ പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള കടുത്ത വിമർശനങ്ങൾ മറികടക്കാൻ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പാരമ്പര്യവും സാംസ്കാരിക ബന്ധങ്ങളും ഉയർത്തിക്കാണിക്കാൻ മാത്രമാണെന്ന് വിശദീകരിച്ച് രക്ഷപ്പെടാനായിട്ട് പിത്രോഡ ശ്രമിച്ചു. ഭീകരതയും അതുപോലെ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളെയും ചെറുതാക്കി കാണിക്കലല്ലായിരുന്നു ലക്ഷ്യം എന്നും മറിച്ച് ആഴത്തിലുള്ള സംവാദത്തെയും ചിന്തകളെയും ഉദ്ദേശിച്ചാണ് ഈ ഒരു പ്രസ്താവന നടത്തിയതെന്ന് ഇയാൾ വിശദീകരിച്ചു. പക്ഷേ ഇതേപ്പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം വേറെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ശത്രു രാജ്യങ്ങളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആകപ്പാടെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷികൾ, അതുപോലെ ഭീകരത, നരഹത്യ, അതുപോലെ കാശ്മീരിലെ ഹിന്ദുക്കളെയും മറ്റ് കമ്മ്യൂണിറ്റികൾക്കെതിരെയും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന തീവ്രവാദം, ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സോക്കോൾഡ് പാരമ്പര്യവും സാംസ്കാരിക ബന്ധവും. ശത്രുരാജ്യത്തോട് പീപ്പിൾ ടു പീപ്പിൾ ബന്ധമുള്ളതായി പറയുന്ന പിത്രോഡ എന്ത് ഉദ്ദേശിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പെടുന്ന ആൾക്കാരെ അപമാനിക്കുന്നതും അതുപോലെ അവരെ അനുഭവിക്കുന്ന വേദന ഇഗ്നോർ ചെയ്യുന്ന രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റുള്ള പാർട്ടിക്കാർ ഇയാളുടെ പ്രസ്താവനയെ ഉടനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തു. രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന നമ്മുടെ സൈനികരെ പറ്റി ഓർക്കാതെയാണ് ഇയാൾ ഈ വർത്തമാനം മുഴുവൻ പറയുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മുടെ സൈനികർ മരിച്ചിരുന്നു. അതേപ്പറ്റി ഒന്നും ഇയാൾക്ക് ചിന്തയില്ല. യാഥാർത്ഥ്യമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത കുറെ ബുദ്ധിജീവികൾ ഇരുന്നിട്ട് ഇവിടെ ഇന്ത്യക്കാരെ പറ്റി ഒരു ചിന്തയും ഇല്ലാതെ വിവരക്കേടുകൾ പറഞ്ഞു കൂട്ടുന്നതാണ് ഇന്ത്യയിലെ ബുദ്ധിജീവിത്വം അല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്യുന്നത്. ശത്രുരാജ്യത്തോട് സാന്ത്വനം പ്രകടിപ്പിക്കുന്നതും പിത്രോഡയുടെ മൃദുല സമീപനം ഇന്ത്യ വിരുദ്ധ പോസ്റ്ററിങ് തന്നെയാണ്. അതായത് പ്രോ പാകിസ്ഥാൻ സെന്റിമെന്റുകൾ ഇന്റലക്ച്വലിസമായിട്ട് അലങ്കരിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് ആരെങ്കിലും അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. ഈ മണ്ടനാണ് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്ന ഗുരു. നമുക്ക് ഊഹിക്കാം രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ മണ്ടൻ ആശയങ്ങൾ കിട്ടുന്നതെന്ന്. സാധാരണ ഇയാൾ പറഞ്ഞു കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്കൊന്നും ഇയാൾ മാപ്പ് പറയാറില്ല. ഏതായാലും ഇപ്രാവശ്യം മാപ്പ് പറഞ്ഞു, അത് തന്നെ വലിയ കാര്യം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.